ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, സംസ്ഥാന ഗവൺമെൻറ് ആരുമായും കരാർ ഒപ്പിട്ടില്ല. അത് സ്പോൺസറാണ് അർജൻറ്റീനിയൻ ടീമുമായിട്ടുള്ള കരാർ ഒപ്പിട്ടിട്ടുള്ളത്. അത് ഞാൻ മുൻപ് പറഞ്ഞതാണ്. മുൻപ് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞത് കേരളം അത്തരത്തിലുള്ളൊരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു പണം അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും പറയുന്നു കരാർ ലംഘനമുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താ? കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ്. പക്ഷെ കേരളമല്ല, അതും തെറ്റായിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഒരു സ്പോൺസറുമായാണ് കരാർ ഒപ്പിട്ടത്. പണം അടച്ചിട്ടില്ല എന്നാണ്. പണം അടച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. പണം അടച്ചു എന്ന് സ്പോൺസറും അടക്കം എല്ലാം ബോധ്യമായി. ഇപ്പോൾ ഏതോ ഒരു വാട്സപ്പ് ചാറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ലിയാൻഡ്രോ എന്ന് പറയുന്ന ആൾ അവരുടെ മാർക്കറ്റിംഗ് ഹെഡാണ്. അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങൾ അർജൻറ്റീനിയൻ ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവാണ് അദ്ദേഹം. ഇതിൻ്റെ മാർക്കറ്റിംഗ് ടീം മാത്രമാണ്. ഇത് ഒപ്പുവെച്ചിട്ടുള്ളത് അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അവർ തമ്മിലാണ് കരാറ്. പിന്നെ കഴിഞ്ഞ ദിവസം സ്പോൺസർ തന്നെ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞു, പണം അടച്ചതിന് ശേഷം ഈ ഒക്ടോബർ നവംബർ ഈ വിൻഡോവിൽ അവർക്ക് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു സ്പോൺസർ പറഞ്ഞത്. അത് തന്നെയാണ്. അപ്പോൾ സ്പോൺസർ ചോദിച്ചു എന്താണ് കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞ് അതൊരു 2026 എന്നുള്ള കാര്യം, വേൾഡ് കപ്പിന് മുമ്പ് തന്നെ പഴയ വേൾഡ് കപ്പ് ടീമിനെ കൊണ്ടുവരാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം അടുത്ത വേൾഡ് കപ്പിന് മുമ്പ് വരണം. 2025 വരുമ്പോൾ ഈ ഗവൺമെൻറ് മാറും, സംവിധാനങ്ങൾ മാറും. സ്വാഭാവികമായിട്ടും പുതിയ ഗവൺമെൻറ് വരും. അതിൽ ഈ സ്പോർട്സ് മന്ത്രി ഉണ്ടായിരിക്കണമെന്നില്ല. പ്രതിപക്ഷ ഗവൺമെൻറ്റിനായിരിക്കും വരിക. അതൊക്കെ ശരി തന്നെ. അപ്പോൾ അത് സ്പോൺസർക്ക് ഒരു താല്പര്യക്കുറവുണ്ടായി. അത് അവരെ അറിയിച്ചു. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത. ഇതിനെയാണ് അനാവശ്യമായി ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഇന്നലെ 13 ലക്ഷം ദൂർത്തടിച്ചു. ഈ സ്പെയിനിൽ മാത്രമല്ല പോയത്, നമ്മൾ വിവിധ രാജ്യങ്ങളുമായി കായിക കരാറുകൾ ഒപ്പുവെക്കുന്നുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയുമായി വെച്ചിട്ടുണ്ട്, ക്യൂബയുമായി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങളുമായി നമ്മൾ നിരവധി കരാറുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്പോർട്സ് പോളിസി നമ്മൾ കൊണ്ടുവന്നത്. ഈ സ്പോർട്സ് പോളിസി തന്നെ പറയുന്നു സ്പോർട്സ് എക്കോണമി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സ്പോർട്സ് എക്കോണമിയുടെ ഭാഗമായി പുതിയ ടീമുകൾ കളിക്കാൻ വരണം, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടണം. അതാണ് സ്പോർട്സ് എക്കോണമി. ഇതിൻ്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ അർജൻറ്റീന കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ കൊണ്ടുവന്ന സ്പോർട്സ് പോളിസി കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു. നിങ്ങൾ ആ 2 സ്പോർട്സ് പോളിസി എടുത്തു നോക്ക്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വേറെ ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളുമായി കായിക രംഗത്ത് നമ്മൾ ടൈപ്പ് ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ഭാഗമായി നടത്തിയ ഒരു യാത്രയുടെ കാര്യമാണ്. അത് മന്ത്രി ഒറ്റയ്ക്ക് പോയതല്ല. മന്ത്രിയുടെ കൂടെ ബന്ധപ്പെട്ട സ്പോർട്സ് അതോറിറ്റിയുടെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി വരുമ്പോൾ അതിൻ്റെ ചിലവുണ്ടോ? ഒരു മന്ത്രി മാത്രമാണ് യാത്ര ചെയ്യുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഏതെല്ലാം മന്ത്രിമാർ പോകുന്നു? പ്രധാനമന്ത്രി എത്ര കോടി രൂപയുടെ യാത്രാ ചിലവുണ്ടാക്കി? അതെന്താ പറയാത്ത? അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള വാർത്ത സൃഷ്ടിക്കുന്നത് ശരിയാണോ എന്നുള്ളത് പല ചാനലുകളും ഒന്ന് ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്പോൺസർ പണം വെക്കുന്നു, അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അവർ വാഗ്ദാന ലംഘനം നടത്തുന്നു. അത് ഇപ്പോൾ ഒരു ചാറ്റിലൂടെ പറയുന്നു അത് കരാർ ലംഘിച്ച് കേരളമാണെന്ന് പറയും. ഇതിന് ഉത്തരം ഇപ്പോഴല്ല പറയേണ്ടത്, കൃത്യമായി തന്നെ ഇതിനൊക്കെ ഉത്തരമുണ്ട്. അത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പുറത്ത് വരികയും ചെയ്യും. ഇനി മറ്റൊന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് 2 ഇപ്പോൾ ആയിക്കഴിഞ്ഞു, ഉണ്ട് എന്ന് വന്നല്ലോ. അതേപോലെ തന്നെ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് അത് വരും, അപ്പോൾ പറയാം. ഇതിനിടയിൽ നിങ്ങളിങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ മറ്റൊരു വാർത്തയും ഇത്ര പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ഇത് തന്നെ നമ്മൾ കാണും. ഇതൊരു പന്തുകളി നടക്കുന്നു. പന്തുകളിക്ക് വേണ്ടി ബന്ധപ്പെട്ട ലോക ചാമ്പ്യനായിട്ടുള്ള ഒരാളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, അവർക്ക് പണം കൊടുക്കുന്നു, അവർ സമയം മാറ്റി ചോദിക്കുന്നു. അത് നമ്മൾ അനുവദിക്കുന്നില്ല. ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതല്ലേ? ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ അനാവശ്യമായി ഇതിനെ പെരുപ്പിച്ച് കാണിച്ച് വ്യക്തിഹത്യ നടക്കുക, ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിച്ചാൽ നല്ലതാണ് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ
നോക്കൂ, നിങ്ങൾ പറഞ്ഞെന്താ സർക്കാരിന് ബാധ്യത ഇല്ല എന്ന് മന്ത്രി അന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വിവരാവകാശ പ്രവേശം കണക്കെടുത്തപ്പോൾ 13 ലക്ഷം ചിലവായിട്ടുണ്ട്. അതെന്തിനാണ് ചിലവായത്? അതും ഇതും രണ്ടും രണ്ടല്ലേ? നമ്മൾ മെസ്സിയെ കാണാൻ ആരെങ്കിലും ഇവിടുന്ന് പോയിരുന്നു? ഞങ്ങൾ പോയ സമയത്ത് അവിടെ വെച്ച്, സ്പെയിനിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഇവരുടെ ഒരു ക്യാമ്പ് സന്ദർശിക്കാനിടയായി. നമ്മൾ അന്ന് ആഗ്രഹിച്ചെന്താ, കോഴിക്കോട് വരുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അർജൻറ്റീന പോലുള്ള, അർജൻറ്റീന എന്ന് നമ്മൾ തീരുമാനിച്ചില്ല, അർജൻറ്റീനയിലുള്ള ലോക നിലവാരമുള്ള ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഒരു പരിശീലന കേന്ദ്രം ആരംഭിക്കണം. ഇപ്പോൾ നിങ്ങൾ കേൾക്കാത്തൊരു വാർത്ത ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ സ്പെയിനിൽ തന്നെ നമ്മുടെ മിനിയാന്ന് നമ്മുടെ ഓഫീസിൽ അവർ വന്നിരുന്നല്ലോ. റിയൽ മാഡ്രിഡിന് അവർക്ക് ഇവിടെ ഇത്തരത്തിലൊരു അക്കാദമി തുടങ്ങാൻ കഴിയും. അങ്ങനെ ഒരു ക്ലബ്ബല്ല, നിരവധി ക്ലബ്ബുകൾ വരുന്നുണ്ട് വിദേശത്തുള്ള. അപ്പോൾ അതെല്ലാം വാർത്തയാക്കാൻ നമുക്ക് കഴിയില്ല. ഇത്തരം ലാലിഗ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ലീഗ് മത്സരങ്ങൾ നടത്തുന്ന ഒരു കമ്പനിയുണ്ട് സ്പെയിനിൽ. സത്യത്തിൽ അവരെയാണ് ഞങ്ങൾ കണ്ടത്. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കാൻ പോകുന്ന കോളേജ് ലീഗ്, അതിൻ്റെ ഏറ്റവും നല്ല നടത്തിപ്പ് എങ്ങനെയാണ്? കാരണം ഒരു രാജ്യത്ത് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കോളേജ് ലീഗ് നടപ്പിലാക്കുന്നത്. അതിപ്പോൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും സ്കീമുകളുണ്ടോ? നമ്മളെ സഹായിക്കാൻ കഴിയുമോ? ഇത് ടാലൻറ്റ് കണ്ടെത്തുന്ന ഒരു കാര്യമാണ് കോളേജ് ലീഗ്. ലാലിഗ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രീമിയർ ഫുട്ബോൾ നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ, ഒരു കമ്പനിയാണ്. അവരുമായി സംസാരിച്ചു. അതും അവിടെ നിന്നുണ്ടായതാ. അതെന്താ വാർത്തകളാവാത്തത്? അപ്പോൾ ഇതെല്ലാം അന്ന് വസ്തുത എന്നിരിക്കെ അനാവശ്യമായിട്ടുള്ള ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കരുത് എന്നുള്ള അഭ്യർത്ഥന ഉണ്ട്. ഇത് ആരെങ്കിലും എന്തും പറയുന്ന ഒരു വാർത്ത എടുത്ത് പറയുന്നു. ഇപ്പോൾ ലിയാൻഡ്രോ, എൻ്റെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ ഈ ഒരു സാധനം, എന്തായാലും പറയാം, പ്രൊഫൈൽ, അത് ഇതല്ല. ഇനിയിപ്പോൾ മറ്റെന്താണെന്നാണ് എനിക്കറിയാം. എൻ്റെ കയ്യിലുള്ള പറയുന്നത്. അപ്പോൾ ഒന്നാമത് ലിയാൻഡ്രോ നിലവിലൊരു കാര്യത്തിന് തീരുമാനമെടുക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരാറിൻ്റെ ലംഘനമാണ്. അതുകൂടി മനസ്സിലാക്കണം. ആ കരാറിൽ പ്രത്യേകമുണ്ട്. കരാറിലുള്ള വിശദീകരണങ്ങൾ പുറത്ത് പത്രക്കാർ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പറയാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കരാർ ലംഘനം. കേരളം ലംഘിച്ചു എന്നങ്ങനെ അദ്ദേഹം പറയാം. അപ്പോൾ ആ വാർത്ത ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. കേരളത്തിൽ നമ്മുടെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മളാരും ഈ ഒരു സംവിധാനത്തിൽ മറ്റൊന്നും ആഗ്രഹിച്ചല്ല. അർജൻറ്റീന ലോകകപ്പ് വന്ന സമയത്ത് ഇത്രയും അധികം ആരാധകർ ഫുട്ബോളിനുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ലോക ചാമ്പ്യൻ അടക്കമുള്ള ടീമിനെ കേരളത്തിൽ കളിപ്പിക്കുക, അത് ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും ആഗ്രഹമാണ്. അതിന് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 100 കോടിയോ 200 കോടിയോ എടുത്ത് ചിലവഴിക്കാനൊന്നും നമുക്കറിയില്ല. അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, സർക്കാർ അത് ചെയ്യുകയും ചെയ്യില്ല. അതിന് ബന്ധപ്പെട്ട സ്പോൺസേഴ്സിനെ കണ്ടെത്തുക. ആദ്യം നമ്മൾ സ്പോൺസറെ കണ്ടെത്തി. ആ സ്പോൺസർ എലിജിബിളാണെന്ന് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ അറിയിച്ചു. ആ സ്പോൺസർ അവരെ അറിയിച്ചു, നിങ്ങൾ എലിജിബിളാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വസ്തുത എന്നിരിക്കെ സുതാര്യമായ രീതിയിൽ നമ്മൾ ഇവരെ കൊണ്ടുവരികയും കേന്ദ്ര സർക്കാരിൻ്റെ, റിസർവ് ബാങ്കിൻ്റെ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ, കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയത്തിൻ്റെ ഇതെല്ലാം അനുമതികളോട് കൂടി മാത്രമേ അവരെ ക്ഷണിക്കാനും പണം അയക്കാനും കഴിയുള്ളൂ. ഈ ഫോർമാലിറ്റികൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കരാർ ലംഘനം എന്നുള്ള കരാറിൽ ഇവരല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇത്തരത്തിൽ ഈ ഡേറ്റിന് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവോയ്സ് വരെ അത് പണം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കി കേരളത്തിൻ്റെ താല്പര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ വ്യക്തിത്വം നടത്തുക എന്നുള്ളത് ഇതിൽ കൂട്ടിക്കൊടുക്കാതിരിക്കുക. ഇത് കായിക രംഗത്തുള്ള ഏറ്റവും നല്ല പ്രവണതയാണ് നമ്മൾ ആഗ്രഹിച്ചത്. കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ഇതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ചു. നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കോളേജിലേക്ക് ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അതിൻ്റെ തുടക്കം കുറിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ആദ്യം പോയത്. ആ സമയത്താണ് അവരെ അക്കാദമി ഞങ്ങൾ സന്ദർശിക്കുന്നത്. അവിടെ വെച്ചാണ് അവരെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഈ അഗ്രിമെൻ്റ് വെച്ചത്, അതുകൂടി നിങ്ങൾ കൂട്ടിപ്പറ. അപ്പോൾ അത് തമ്മിൽ എന്താ ബന്ധിക്കുന്നത്? അവിടെ കണ്ടു എന്നുള്ളത് ശരിയാണ്. അത് കാണണ്ടേ? അവരുടെ സംവിധാനങ്ങൾ, ഒരു കോച്ചിങ് ക്യാമ്പുകൾ അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള കോച്ചിങ് ക്യാമ്പുകൾ കാണുക, ഇതൊക്കെ തന്നെ കണ്ടാലേ നമുക്ക് അതേപോലെ ഇവിടെ നടപ്പിലാക്കാൻ കഴിയൂ. ഇതല്ലേ നടന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്,
കായിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇവിടെ മറ്റു ഒരു സാധനവും നടന്നിട്ടില്ല. കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും സുതാര്യമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ കരാറുമായി ബന്ധപ്പെട്ട് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ഇന്നലെ 24 പോലുള്ള TV-കൾ ഉന്നയിച്ചിട്ടുള്ള 13 ലക്ഷം എന്നുള്ളത്, ഇങ്ങനെ ധാരാളം വിദേശയാത്രകൾ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാറുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗം മാത്രമായി കാണും. അതിനെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളതല്ല. ഇതാണ് വസ്തുത എന്നിരിക്കെ സർക്കാരിൻ്റെയും സർക്കാരിൻ്റെ എന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട കായിക പ്രേമികളുടെ താല്പര്യത്തിനൊപ്പം ഈ ചാനലുകളും മാധ്യമങ്ങളും നിൽക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താല്പര്യം അത് തെറ്റാണ്. അതിന് അർജൻറ്റീനയ്ക്കെതിരായിട്ടാണ് നിങ്ങൾ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ പറയുന്നു കരാറിൽ ബന്ധപ്പെട്ടല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല, അവരിങ്ങനെ അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. വീണ്ടും ഞാൻ ഒന്നും കൂടി പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറയാം. കാരണം അവർ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അതിലെന്താ സംവിധാനം ഉള്ളത്? അതിലെന്താ തെറ്റായിട്ടുള്ളത്? ഒരാൾ ഇങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ താല്പര്യത്തിന് ഇതിനല്ല ഞങ്ങൾ പണം അടച്ചത് എന്ന് പറയുന്നതിന് എന്താ തെറ്റ് പറയണ്ടേ? അതിനല്ലേ ഈ തെറ്റായിട്ടുള്ള വ്യാഖ്യാനിക്കുന്നത്. അതായത് നിങ്ങളെ കണ്ടത് നന്നായി, ഞാനതൊന്നും പറയരുതെന്ന് ആഗ്രഹിച്ചാണ്. പിന്നെ ഈ വസ്തുത വെക്കുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ അതും വന്നോളും. സ്പോൺസർ പണം നൽകിയിട്ടുണ്ട്, കരാറ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ അർജന്റീനൻ ടീമിന്റെ ഒരു വരവിന് ഒരു കായിക മന്ത്രി എന്ന രീതിയിൽ ഈ ഡിസംബറിനകത്ത് ഉണ്ടാവുന്നത് അതല്ല ഞാൻ ചോദിക്കണത്. നമ്മൾ ആഗ്രഹിച്ചത് അതല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ലേ, അതിനു വേണ്ടിയിട്ടല്ലേ ഇത്ര ശ്രമിക്കുന്നത്. ചെറിയ കാര്യമാണ് ഇത്രയും പണം കണ്ടെത്തുക എന്നുള്ള, ചെറിയ കാര്യമൊന്നുമല്ല. ഇതിന് ഇത്ര പണം അയക്കാൻ റിസർവ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങൾ, കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ഒക്കെ അനുമതി തേടുക അത് അഴിമതി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രോസസ്സല്ലേ. അതെല്ലാം നമ്മൾ സംസ്ഥാനം നേടിയെടുത്തിട്ടല്ലേ ഈ ഒരു രീതിയിലേക്ക് പോയത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞ് പോയതല്ലല്ലോ. എല്ലാ പ്രാഥമികമായി എടുക്കേണ്ട എല്ലാ അനുമതികളും, എക്സ്റ്റേണൽ അഫയേഴ്സ് വരെ ഇതിൻ്റെ കോപ്പികൾ പോകും. ഇതെല്ലാം ചെയ്തിട്ടല്ലേ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് വന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത. അത് മാധ്യമങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല. അല്ലല്ല, ഒരു മിനിറ്റ്. ഇപ്പോൾ ഞാൻ വീണ്ടും പറയാം. ലിയാൻഡ്രോ ഇത് നടത്തിയെന്നൊന്നും നിങ്ങൾ വിളിച്ച് പറയണ്ട. നിങ്ങളാണെല്ലാം വിളിച്ച് പറയുന്നത്. ഇവിടെ ഉണ്ടായതെന്താ, ഇത്തരത്തിൽ ലിയാൻഡ്രോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വാട്സപ്പ് ചാറ്റ് വരുന്നു. എൻ്റെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ ഈ സാധനത്തിൽ ഈ ഒരു എന്താ പറയുക പ്രൊഫൈലല്ല ഉള്ളത്. ആയിക്കോട്ടെ, അത് നിങ്ങളെ സോഴ്സുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. എനിക്കറിയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അതാണെങ്കിൽ തന്നെ ഞങ്ങളാരും പറഞ്ഞല്ലോ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞെന്താ, ഞാനിപ്പോൾ പറഞ്ഞെന്താ, നമുക്ക് ഡിസംബറിൽ കളിക്കണം. അതിന് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിലപ്പുറം ഇതൊരു വലിയൊരു വാർത്തക്കുള്ള സ്കോപ്പ് പിന്നെന്താ അതിൽ? എനിക്ക് പറയാനുള്ളത്, ധർമ്മപുരിയിലത്തെ വാർത്ത ഇപ്പോൾ 24 നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും ഉഷാറായിട്ട് ചെയ്യും. അതൊരു മലയാളിക്ക് മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കും. ഒരു ശരാശരി മലയാളി എന്നുള്ള രീതിയിൽ ഞങ്ങളും ആഗ്രഹിച്ചതാണ്, കായിക വകുപ്പും ആഗ്രഹിച്ചതാണ്, മെസ്സിയെപ്പോലെ ഒരു ലെജൻഡിനെ കേരളത്തിലെത്തിക്കുക. അത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പരിചയപ്പെടുത്തുക. അവർ നമ്മുടെ ഫാൻസിനെ കാണുക. അതിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് പുതിയ ഫുട്ബോൾ യുവത്വം അതിലേക്ക് ആകർഷിക്കുക, കൂടുതൽ ശക്തമാകുക. നമുക്ക് ഇന്ത്യയിലെ എല്ലാ ടീമിലും ഇപ്പോൾ മലയാളികളില്ലേ. അത് നമ്മുടെ ഫുട്ബോളിലുള്ള നമ്മളോട് ആരാധനയല്ലേ, നമ്മുടെ ഒരു ഇഷ്ടമല്ലേ. അത് തന്നെ നമ്മളും ആഗ്രഹിച്ചു. അപ്പോൾ അവരെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സ്പോൺസർ ആ പണം അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറം ഇനി എന്താ ചെയ്യുക? ഒരു രാജ്യം പറയുമ്പോൾ അങ്ങനെ എളുപ്പമൊന്നുമില്ല. അത് അങ്ങനെ നിലവിലുള്ള വാക്കിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമൊന്നും എളുപ്പമൊന്നുമില്ല. അതിനതിന് സംവിധാനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇനി ഒരു സാധ്യത കാണുന്നുണ്ടോ മിനിസ്റ്ററെ? അത് അർജന്റീനിയൻ ടീമല്ല വരുന്നത്. മെസ്സി എന്ന് പറയുന്ന അവരുടെ സംവിധാനമുണ്ട്. അദ്ദേഹം ഒറ്റക്കാണ് വരുന്നത്. നമ്മൾ അവസാന ലോകകപ്പ് വിജയിച്ച അർജന്റീൻ ടീമിനെ കേരളത്തിൽ കളിപ്പിക്കും.
അതിന് നമ്മൾ ശ്രമിക്കുന്നു, അതിനുള്ള കരാർ ഒപ്പുവെച്ചു, അതിന് പണം കൊടുത്തു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ആ മെസ്സി ഉൾപ്പെടെയുള്ള ടീമിനാണ് നമ്മൾ പറഞ്ഞത്. മെസ്സി മാത്രമാണോ അർജൻറ്റീന ടീമിലുള്ള എല്ലാവരും ഇല്ലേ? അതല്ലേ നമ്മൾ ആഗ്രഹിച്ചത്, അതല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ദയവ് ചെയ്ത് തെറ്റിദ്ധാരണ പരത്തരുത്. അല്ല, ഇനിയിപ്പോ വരാനുള്ള ചാൻസ് കാണുന്നുണ്ടോ മിനിസ്റ്റർ? എന്താ ഒരു അപ്ഡേഷൻ? ഇനി വരാൻ ചാൻസ് ഉണ്ടോ? അല്ല, അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഷെഡ്യൂളില് കേരളമോ ഇന്ത്യയോ ഉണ്ടായിരുന്നില്ലെന്നുള്ള ഒരു ഘടകമാണല്ലോ. നോക്കൂ, അതെല്ലാം ഈ ഡേറ്റുകളിൽ മറ്റെവിടെയും കളിയില്ല, അതും കൂടി ശ്രദ്ധിച്ചോ. ഈ ഡേറ്റുകളിൽ അവർ ചൈനയുടെ കളി ഉണ്ടെന്ന് പറഞ്ഞു. ചൈനൻ ഫുട്ബോൾ അസോസിയേഷൻ അത് നിരസിച്ചു. ഞങ്ങൾ അർജൻറ്റീനയുമായി ഈ ഒക്ടോബറിൽ ഒരു കളിയും ഒപ്പുവെച്ചിട്ടില്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ അസോസിയേഷനുമായി കളിയുണ്ടെന്ന് പറഞ്ഞു. ആ കലണ്ടറിൽ ഒന്നും തന്നെ അർജൻറ്റീനയാണ് ഒരു ടീമായി മാച്ച് ഫിക്സ് ചെയ്തില്ല. വേൾഡ് റാങ്കിങ്ങിലുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള 50 ടീമുകളാണ് സാധാരണ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കാറ്. ആ ഫിക്ചറിൽ എവിടെയും അർജൻറ്റീന ഈ ഡേറ്റുകളിൽ മറ്റാരുമായി കളികൾ ഡേറ്റ് കൊടുത്തിട്ടില്ല. അത് പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. എൻ്റെ കയ്യിലും ഇപ്പം ഞാനത് നിങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ചു, അതിലൊന്നും ഞാനത് കണ്ടില്ല. അപ്പോൾ ഒക്ടോബറിൽ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പണം കൊടുത്തത് എന്താ? ഒക്ടോബർ നവംബറിൽ കളിക്കുക. അതല്ലെങ്കിൽ നമ്മൾ സലാം പറയുക, വേറെന്താ? ഒക്ടോബർ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അല്ല, നമ്മൾ ഈ വർഷത്തിൽ കളിച്ചില്ല, നമുക്കതിൽ താല്പര്യമില്ല. അല്ല, മറ്റൊന്നുമില്ല. നമ്മൾ പറഞ്ഞ സമയത്ത്, നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത സമയത്ത് നിങ്ങൾ കളിക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല. വരാൻ പോകുന്ന ഇലക്ഷൻ സമയത്തൊക്കെ കളി വെച്ചൊരു ഇവിടെ പ്രശ്നം. എന്തുകൊണ്ടാണ് കേരളമാണ് എന്ന് പിന്മാറിയെന്ന് അവർ പറയുന്നത്? ആര് പറയുന്നതാണ്? വിശ്വാസ്യത ഇല്ലാത്തൊരു ചാറ്റാണ്. എങ്കിൽ അദ്ദേഹത്തോട് കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കൊരു കത്ത് തരാൻ പറ. ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുത്തല്ലോ ധാരാളം ചാറ്റുകൾ, ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. ഈ പറയുന്ന ലിയാൻഡ്രോൻ്റെ ചാറ്റുകൾ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. അപ്പോൾ മിനിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അവരുമായിട്ടല്ലേ? ഇതുവരെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല. ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആദ്യം, ഞാൻ ഏഷ്യാനെറ്റോട് മാത്രമേ പറയാം, ആദ്യം പിന്നെ അർജന്റീനയുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പുവെച്ചു, പണം കൊടുത്തു, ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിൽ അവർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, ആ പറഞ്ഞ ഡേറ്റിൽ വരികയാണെങ്കിൽ കേരളത്തിലെ കളി ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് വസ്തുത. സ്പോൺസർ എപ്പോഴെങ്കിലും കരാർലംഘനം നടത്തിയതായിട്ട് കായിക വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതൊന്നും നമ്മൾ മറുപടി പറയേണ്ട കേസല്ല. നിലവിൽ നിങ്ങൾ എന്ത് വൃത്തികേടാ വിളിച്ചു പറയുന്നത്? നിങ്ങൾ പറയുന്നത് എന്താ? നിലവിൽ ഒരു കരാർ നിലനിൽക്കെ അതിൻ്റെ പണം അയച്ച ഒരു സ്പോൺസർ കരാർ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനെന്താ ഉത്തരം? അല്ല, അത് നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് പറഞ്ഞു. പക്ഷേ മിനിസ്റ്റർ പോയതുമായി ബന്ധപ്പെട്ടും ചെലവ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഇവരെ ഞാൻ പറഞ്ഞു. ഇനി ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാൻ പറ്റുമോ? നിങ്ങൾ ആദ്യം ഇതേപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് പഠിക്കുക. 3 പ്രാവശ്യം നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ടത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഈ കായിക വകുപ്പ് തന്നെ 2 തവണ ഈ സ്പോൺസർക്ക് നോട്ടീസ് അയച്ചിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ അയച്ചിട്ടില്ല, ഞങ്ങൾ അറിയില്ല. ആരയച്ചു? കായിക വകുപ്പ് അങ്ങനെ നോട്ടീസ് അയച്ചോ? എനിക്കറിയില്ല. അല്ല, നേരത്തെ ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു ആര് പറഞ്ഞു? മിനിസ്റ്റർ ഉൾപ്പെടെ പ്രതികരിച്ചത് സ്പോൺസറുമായി. ആര് പറഞ്ഞു? അല്ല, ആര് പറഞ്ഞു എന്ന് പറ. നിങ്ങൾ വെറുതെ ചോദിക്കും. നിങ്ങൾ ചൂണ്ടലിട്ട് കൊത്തിക്കല്ല. ആദ്യം പറ എന്താന്ന് പറയാം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടങ്ങൾ കൃത്യമായും അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അനാവശ്യ ചോദ്യങ്ങൾക്ക്, നിങ്ങളെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ടതില്ല. ഇത് ഒന്നും പറയാം. ഇവിടെ പൊതുമുതൽ നശിപ്പിച്ചോ അല്ലെങ്കിൽ പൊതുമുതൽ എടുത്തോ ചെയ്യുന്നൊരു കളിയോ അല്ലെങ്കിൽ മാച്ചോ ഒന്നുമല്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞത് എന്താ? കഴിഞ്ഞ ലോകകപ്പ് ജയിച്ച അർജന്റീന ടീമിനെ, മെസ്സി അടക്കമുള്ള ടീമിനെ കൊണ്ടുവരുന്നതാണല്ലോ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ചൂരന്മല ദുരന്തം, അതിൽ ലീഗിൻ്റെ ആ തട്ടിപ്പ്, അതൊക്കെ നന്നായിട്ട് കൊടുക്കുക. അതൊക്കെ ജനങ്ങൾ കാണട്ടെ. മയക്കുമരുന്ന് അല്ല, ആയിക്കോട്ടെ, അതൊക്കെ ശരിയാണ്. ഇതിങ്ങനെ നടന്നോളും. നിങ്ങൾ ഓരോ പ്രാവശ്യം പറയുന്ന കാര്യങ്ങളും
വീണ്ടും നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയാണെന്ന് ഗവൺമെൻറ്റും കായിക വകുപ്പും സ്പോൺസറും പറഞ്ഞാൽ ശരിയാണെന്ന് എല്ലാ സമയത്തും പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. അപ്പോൾ നമുക്ക് പറയാം. ഒരു ചെറിയ സംശയമുള്ളൂ, മെസ്സി വരും ടോന്ന് മിനിസ്റ്റർ അന്ന് പോസ്റ്റ് ഇട്ടിരുന്നു, അതേപോലെ ഉറപ്പ് ഇനിയും ഉണ്ടോ? അത്ര മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇതാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ട്രോള്. അപ്പോൾ അതിൽ തന്നെ ചോദിക്കട്ടെ, ഒരു കരാർ ഒപ്പിട്ട് പണം വാങ്ങുമ്പോൾ മെസ്സി അടക്കമുള്ളവർ വരുമെന്ന് ഒരു രാജ്യം, ഒരു അർജന്റീനൻ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാരിൽ ഒരു ടീം പറയുമ്പോൾ അത് അവർ ഒപ്പിട്ട് പണം വാങ്ങുമ്പോൾ പിന്നെ നമ്മളെന്താ പറയേണ്ടത്? അവർ വരും കേട്ടോ. ഇപ്പോഴും അത് തന്നെയാണ്, വരും കേട്ടോ. നിങ്ങൾ സമയത്തിന് വന്നില്ല, നിങ്ങൾ വരണ്ട കേട്ടോ. അതാണ് കേരളയിൽ നശിപ്പിച്ച ആളുകളാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾ കേരളയിൽ ഇപ്പം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആർക്കത്ര തിരക്ക് പോവാൻ എന്ന് ചോദിച്ചവരാണ് നിങ്ങൾ. ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളയിൽ പോലുള്ള ഹൈസ്പീഡ് സംവിധാനം വന്നു. കേരളത്തിൽ ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, അത് വരട്ടെ. അല്ല മെസ്സി അതും കൂടെ താരതമ്യം ചെയ്യണ്ട. കേരളയിൽ വേറെ, ഇതൊരു പന്തുകളിൻ്റെ കാര്യം. അത് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ പൊയ്ക്കോളും. അപ്പോൾ ഇതിനെ ദയവ് ചെയ്ത് ഈ വളച്ചൊടിച്ചുള്ള വാർത്തകൾക്ക് പകരം ഇന്ന് ആ ലീഗിൻ്റെ മുണ്ടൊക്കെ തട്ടിപ്പോവും. ആ ലാൻഡിൻ്റെ കാര്യം നമുക്കൊന്ന് ഉഷാറായി പറയും. ഇപ്പം മറ്റേ എന്താ പറയുക, നമ്മളെ മലപ്പുറത്തുണ്ട് ഈ എന്താ പറയുക 25 കോടി തട്ടിയതുണ്ട്. അവിടെ വേറൊരുത്തും കഞ്ചാവ് കൂടുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് സമൂഹത്തിൽ പറയേണ്ട കാര്യങ്ങൾ. അതിലേക്ക് പോവാം. ആ വശികൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ സാധനത്തിലുള്ള കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും നമ്മൾ അതിലേക്ക് പോകണം. ഇനി നമുക്ക് വീട്ടിൽ വന്നാണ് ചായ കുടിക്കുക. അതാണ്